നിന്റെ അച്ഛൻ, അതായത് നിന്റെ പിതാവ് എസ് രാജേന്ദ്രക്കുറുപ്പ് ചത്തത് നിനക്ക് 2.5 വയസ്സുള്ളപ്പോഴാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് സ്വാഭാവികമായി ചത്തതല്ല, നിന്റെ പിതാവ് ആത്മഹത്യ ചെയ്തിട്ട് ചത്തതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കേരളം കണ്ട ഏറ്റവും വലിയ സെക്സ്വൽ പെർവർട്ടറും പീഡന വീരനും ഗർഭം കലക്കിയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും പുറത്താക്കിയെങ്കിലും ഇപ്പോഴും വിളിക്കാത്ത കല്യാണത്തിന് ചെന്ന് ഉണ്ണുന്ന ലാഘവത്തോടുകൂടി വീടിന്റെ അടുക്കളപ്പുറത്തിരുന്ന് ഫേസ്ബുക്കിനകത്ത് നിരന്തരം ഇടതുപക്ഷത്തെയും ഇടതുപക്ഷ നേതാക്കന്മാരെയും ആക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റ് ഇടാറുണ്ട്. അങ്ങനെ അവസാനം ഇട്ട പോസ്റ്റാണ് ഈ കാണുന്നത്. കേരളത്തിന്റെ പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവുമായ സഖാവ് പിണറായി വിജയനെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ളൊരു പോസ്റ്റ്. രാഹുൽ മാങ്കൂട്ടത്തിന് ആർക്കെതിരെയും പോസ്റ്റ് ഇടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പിണറായി വിജയനെതിരെയും പോസ്റ്റ് ഇടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് ഇട്ടോട്ടെ. പക്ഷേ പ്രായമുള്ള ആൾക്കാരെ ബഹുമാനിക്കാത്ത, ഇന്നുവരെയും പ്രായമുള്ള ആൾക്കാരെ വളരെ പുച്ഛത്തോടു കൂടി കാണുന്ന, അത് രാഷ്ട്രീയ എതിരാളികളായിക്കോട്ടെ സ്വന്തം പാർട്ടിയിലുള്ളവരായിക്കൊള്ളട്ടെ, അങ്ങനെയുള്ളവരെയൊക്കെ വളരെ പുച്ഛത്തോടെ കാണുന്ന രാഹുൽ മാങ്കൂട്ടത്തിനോട് വളരെ സ്നേഹപൂർവ്വം ഒരു കാര്യം ചോദിക്കുന്നു. നിന്നെ സ്നേഹിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ സ്നേഹത്തോടെ വേണം ചോദിക്കാൻ. അങ്ങനെ സ്നേഹത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഗർഭം കലക്കിയോട് ചോദിക്കുന്നു, നീ നിന്റെ പിതാവിനെ ഓർമ്മകളിൽ കണ്ട ഓർമ്മയുണ്ടോ? അതായത് നിന്റെ പിതാവുമായി സല്ലപിച്ച, നിന്റെ പിതാവുമായി ചിലവഴിച്ച, നിന്റെ പിതാവുമായി നടന്നുപോയ, നിന്റെ പിതാവുമായി നീ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഓർമ്മകൾ ഓർമ്മിച്ചെടുക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? അതായത് നിന്റെ പിതാവുമൊത്തുള്ള രംഗങ്ങൾ നിന്റെ ഓർമ്മകളിൽ ഉണ്ടോ എന്നാണ് നിന്നോട് ചോദിക്കുന്നത്. എന്റെ അറിവ് വെച്ചിട്ടാണെങ്കിൽ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിനക്കിപ്പോൾ ഏതാണ്ട് 36 വയസ്സുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 33-33.5 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് നിനക്ക് 2.5 വയസ്സുള്ളപ്പോൾ നിന്റെ പിതാവ് മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സോറി നിന്നോട് പറയുമ്പോൾ നിന്റെ ഭാഷയിൽ നിന്റെ അതേ നിലവാരത്തിൽ വേണമല്ലോ ചോദിക്കാനുള്ളത്. നിന്റെ അച്ഛൻ, അതായത് നിന്റെ പിതാവ് എസ് രാജേന്ദ്രക്കുറുപ്പ് ചത്തത് നിനക്ക് 2.5 വയസ്സുള്ളപ്പോഴാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് സ്വാഭാവികമായി ചത്തതല്ല, നിന്റെ പിതാവ് ആത്മഹത്യ ചെയ്തിട്ട് ചത്തതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ ഇങ്ങനെ പറയുന്നത് മോശമല്ലേ എന്നൊക്കെ ചിലർക്ക് തോന്നും. ഒരിക്കലും തോന്നണ്ട. എന്തുകൊണ്ടെന്നാൽ ഇതൊന്ന് കേട്ടു പോയിക്കേ നിങ്ങൾ. എല്ലാം പോട്ടെ, കുഞ്ഞനന്തൻ എന്ന് പറഞ്ഞ ഹാർഡ് കോർ ക്രിമിനൽ ചത്തപ്പോ കോവിഡ് മഹാമാരിയുടെ സമയത്ത് അച്ഛൻ മരിച്ചാൽ അമ്മ മരിച്ചാൽ മക്കൾക്ക് കാണാൻ നിയന്ത്രണം ഉണ്ടായിരുന്ന കാലത്ത് കുഞ്ഞനന്തനെ പോലെ ക്രിമിനൽ കൊലപാതകി ചത്തപ്പോ CPM നടത്തിയിട്ടുള്ള പ്രകടനം നിങ്ങൾ മറന്നുപോയോ? പിണറായി വിജയൻ എന്താ എഴുതിയത്? പിണറായി വിജയൻ എഴുതിയത് ഈ അപ്പൊ മരിച്ചുപോയ ആൾക്കാരെ മരിച്ചു എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് മനസ്സിലാവില്ല, ചത്തു എന്ന് തന്നെ പറയണം. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പൊ നിനക്ക് 2.5 വയസ്സുള്ളപ്പോൾ 33-33.5 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ പിതാവ് എസ് രാജേന്ദ്രക്കുറുപ്പ് ആത്മഹത്യ ചെയ്ത് ചത്തത് എന്തിനായിരുന്നു? തിരക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഏതോ അവിഹിതം കണ്ടിട്ടാണെന്നോ എന്തോ അനാശാസ്യം കണ്ടിട്ടാണോ എന്നാണൊക്കെയാണ് ഒരു സംശയം. ഉറപ്പില്ല. ആരുടെ അവിഹിതമാണ്, ആരുമായിട്ടുള്ള അനാശാസ്യമാണെന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ ആരുടെയും പേരും പറയുന്നില്ല. പക്ഷെ നിന്റെ തന്ത ചത്തത് എന്തോ അവിഹിതം കണ്ടിട്ടോ അനാശാസ്യം കണ്ടിട്ടോ ആണെന്നാണ് ഒരു കരക്കമ്പി. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് ഞങ്ങൾക്കറിയത്തില്ല. ഇനി ഞാൻ പറയുന്നത് ആരോപണമാണെങ്കിൽ നിനക്ക് എനിക്കെതിരെ കേസ് കൊടുക്കാം. DYFI എന്ന് പറയുന്ന മഹത്തായ സംഘടന വയറരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ ഹൃദയപൂർവ്വം പദ്ധതിയിലൂടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും പൊതിച്ചോറ് നൽകിയപ്പോൾ ആ പൊതിച്ചോറിന്റെ പിറകിൽ അനാശാസ്യമുണ്ട് എന്ന് പറഞ്ഞ തെമ്മാടിയാണ് നീ. അപ്പോൾ അങ്ങനെയുള്ള തെമ്മാടിയായ പെണ്ണുപിടിയനായ ഗർഭം കലക്കിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സെക്സ്വൽ പെർവർട്ടറോട് ചോദിക്കുന്നു, നിന്റെ തന്ത നിനക്ക് 2.5 വയസ്സുള്ളപ്പോൾ എന്തിനായിരുന്നു ആത്മഹത്യ ചെയ്ത് ചത്തത്? ആരുമായിട്ടുള്ള അനാശാസ്യം കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ആരുടെ അവിഹിതം കണ്ടിട്ടാണ് നിന്റെ തന്ത എസ് രാജേന്ദ്രക്കുറുപ്പ് ആത്മഹത്യ ചെയ്ത് ചത്തത്? കേരളക്കരയാകെ നിന്നോട് ചോദിക്കുന്നു. ഇതിനു മുമ്പ് കേരളക്കരയാകെ നിന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഒരു വോയിസ് പുറത്തിറങ്ങിയിരുന്നു. ഈ വോയിസ് മുമ്പ് ഞാൻ താങ്കൾക്ക് ഒരു വോയിസ് അയച്ചിട്ടുണ്ട്. ഞാനത് ഏൽക്കുകയും ചെയ്യും. പിന്നെ അത് വളരുന്നത് പിന്നെ എങ്ങനെ അത് വളരുന്നത്? ആ കൊച്ചിനെ കാണുന്നവരെല്ലാം തന്തയില്ലാത്ത പിന്നെ ആ കൊച്ചാരെ ചൂണ്ടിക്കാണിക്കുന്നേ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം, മറ്റുള്ള ആരോടും എനിക്ക് പറയേണ്ട ആവശ്യമില്ല. കേൾക്കാനാണെങ്കിൽ മണിക്കൂറുകൾ വേണം. അപ്പോൾ ഒരു സാമ്പിളിന് വേണ്ടി ഇട്ടതാണ്. കേരളക്കരയാകെ നിന്നോട് ചോദിക്കുന്നു, ഈ വോയിസ് നിന്റേതാണോ അതല്ലെങ്കിൽ നിന്റേതല്ലേ? ആദ്യം നീ അതിനൊരു മറുപടി പറ. അത് പറയണമെങ്കിൽ നട്ടലിന് ഉറപ്പ് വേണം. നല്ല തന്തയ്ക്ക് ജനിക്കണം, ആണായിട്ട് ജനിച്ച് ആണായിട്ട് ജീവിച്ച് ആണായിട്ട് മരിക്കണം. അപ്പൊ നിനക്കത് പറ്റുമോ എന്നറിയില്ല. നീ ആദ്യം ഈ വോയിസ് നിന്റേതാണോ അല്ലേ എന്നൊരു ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ട് നീ മറ്റുള്ളവരെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും ഇറങ്ങണം.
അതാണ് ആണത്തം. വീണ്ടും ചോദിക്കുന്നു, നിനക്ക് 2.5 വയസ്സുള്ളപ്പോൾ നിന്റെ തന്ത ചത്തത് ആത്മഹത്യ ചെയ്തിട്ടാണോ സ്വാഭാവിക മരണമാണോ? അത് ആത്മഹത്യയാണെങ്കിൽ എന്തിനു വേണ്ടി ആത്മഹത്യ ചെയ്തു? അവിഹിതം കണ്ടിട്ടാണോ, അനാശാസ്യം കണ്ടിട്ടാണോ, സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണോ, എന്തെങ്കിലും രോഗം കൊണ്ടാണോ? ഈ ചോദ്യങ്ങളെല്ലാം നിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നീ അതിന് ഉത്തരം തരുമോ തരില്ലേ എന്ന് കേരളക്കരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു.